ഇപ്പോൾ ഞാൻ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന കാലത്ത് പനി പൊടി മാത്രമേ ഒരു ഭസ്മം കൊടുക്കുന്ന സ്വാമിയുടെ അടുത്താണ് പോവുക. നോക്കുമ്പോൾ അയാൾ എന്താ പാരസെറ്റമോൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. അതെ, നമ്മുടെ സിനിമയിൽ കണ്ട പോലെ എന്ന് പറഞ്ഞ പോലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആൾക്കാരുടെ ഒരു ഇഗ്നറൻസിനെ ചൂഷണം ചെയ്യാതിരിക്കുന്നുണ്ട്. ദർ ഇസ് എ ലിമിറ്റ് ടു ദാറ്റ്. അത് ആദ്യം ഒന്ന് ഈ ഒരു ടോക്ക് കൊണ്ട് അതെങ്കിലും കൺവേ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞങ്ങളാണേലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളെ നമ്മൾ പേഷ്യൻ്റ് തന്നെ പറയും, സാർ ഡോക്ടറെ അവിടുന്ന് 2 അടിച്ചാൽ 3ാമത്തെ അടിക്കാൻ ഇവിടെ വരും. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, നമുക്ക് നോക്കാം. ഇല്ല, നോ, ദർ ഇസ് സംതിങ് എൽസ്. റീസണിന്റെ കാരണം എന്തെങ്കിലും വേറെ ഉണ്ടാവും, വേറെ ഒന്ന് ആർത്രോസ്കോപ്പി ചെയ്യേണ്ടതുണ്ടാവും. ഇപ്പോൾ MRI പോലും ഇല്ലാണ്ടായിരിക്കും PRP എടുക്കണം. നമുക്ക് ഒരു ഹ്യൂജ് മെനിസ്കൽ ടയർ ഉണ്ടാവും, മനസ്സിലായി. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് PRP കൊടുത്തോളൂ, റിസൾട്ട് വരും. അപ്പം അങ്ങനെ വേണം അത് ചെയ്യാന്നുള്ള പറയാണ്. ഇതുമായിട്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലോട്ട് പോയി വെറുതെ പൈസ കളയരുത്. പ്രൊപ്പഗണ്ട രൂപത്തിലായിട്ടുണ്ട് കുറെ. യൂട്യൂബിലൊക്കെ കുറെ വീഡിയോ കണ്ട ഓപ്പറേഷൻ ഒഴിവാക്കാം. അതൊക്കെ പിന്നെ ആൾക്കാർക്ക് അറിയാം കുറച്ചൊക്കെ ഇതാണ്. അല്ല, ഓപ്പറേഷൻ വേണ്ട, ഇത് മതി എന്നുള്ള ഒരു അങ്ങനെ ഒരു പ്രൊപ്പഗണ്ട വരുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ആ കാരണം ഇൻഡിക്കേഷൻ കറക്റ്റ് ആവും. എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ഇല്ലാണ്ട് എവിടെ വേണമെങ്കിലും അവർ പോകും. അതാണ് മെയിൻ. അപ്പൊ ആ ഇഗ്നറൻസിനെ, ആ ഭയത്തെ ചൂഷണം ചെയ്യുന്ന സെന്റേഴ്സ് ആയിട്ട് വരാൻ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം.